പെരിയ ഇരട്ടക്കൊല CPMന് കനത്ത തിരിച്ചടിയെന്ന് ജനങ്ങൾ. പെരിയ ഇരട്ടക്കൊല CBI കോടതി CPMകാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനാലാണ് CPMന് കനത്ത തിരിച്ചടിയായതെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. കേരളത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പറയുന്നത് പരസ്പര വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ, അല്ലാതെ ഞങ്ങളുടെ പാർട്ടിക്കോ പാർട്ടി അണികൾക്കോ നേതാക്കൾക്കോ യാതൊരു പങ്കും ഇല്ല എന്ന് ആണയിട്ട് പറയുന്നതാണ് കേരള ജനത കണ്ടുവരുന്നത്. എന്നാൽ കോടതി വിധികൾ വരുമ്പോഴാണ് രാഷ്ട്രീയക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീണ് സത്യം പകൽ പോലെ വെളിച്ചത്ത് വരുന്നത്. പെരിയ ഇരട്ടക്കൊല വലിയ വിവാദ ചർച്ചയായതാണ്. വിധി വന്നപ്പോൾ CPM പ്രതിക്കൂട്ടിലായി. ഇനി പറഞ്ഞൊഴിയാൻ കഴിയില്ലാത്ത അവസ്ഥയെന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു. TP വധക്കേസും ഇപ്പോൾ പെരിയ കൊലക്കേസും വയനാട് വിദ്യാർത്ഥി കൊലയടക്കം അനവധി കൊലപാതകങ്ങൾ CPM പട്ടികയിൽ ഉണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. CPM ഇതെല്ലാം നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുകയാണ് പതിവ്. മാസങ്ങൾക്ക് മുൻപാണ് ADM നവീൻ ബാബുവിൻ്റെ മരണം വിവാദമായി. പാർട്ടിയിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് സർക്കാരിനെതിരെയും നേതാക്കൾക്കെതിരെയും സംസ്ഥാന സെക്രട്ടറിയുടെ പങ്ക് പോലും മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. പത്തനംതിട്ടയിലും കണ്ണൂർ ജില്ലയിലും ഇപ്പോഴും ഇതിനെ ചൊല്ലി പൊട്ടലും ചീറ്റലും നടന്നു വരുന്നുണ്ട്. CPM നേതൃത്വം ഇതൊന്നും കാര്യമായി മുഖവിലയ്ക്കെടുക്കാതെ തള്ളിക്കളയുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയും CPM കോട്ടകൾ വരെ തകർന്നു വീണതിന് ഒരു പ്രധാന കാരണം TP വധവും പെരിയ ഇരട്ടക്കൊലയുമാണെന്ന് CPM പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വ്യാപകമായി ആരോപിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ സൂചനകളാണ് CPM പാർട്ടി യോഗങ്ങളിൽ കാണാനാവുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയാണ് ഒരു വനിതാ നേതാവ് ആരോപണ ശരങ്ങൾ തൊടുത്തുവിട്ടത്. CPM നേതാക്കൾ കരുതുന്നത് പോലെ പഴയ പരിപ്പുവടയും കട്ടൻ കാപ്പിയും EMSും AKGയും തുടങ്ങി ഗൗരിയമ്മയും പഴയ നേതാക്കൾ ഒക്കെ ഓർമ്മകൾ മാത്രം. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനവും ആശയങ്ങളും മലകേറി പോയതെന്നാണ് താഴെ തട്ടിലുള്ള യഥാർത്ഥ പ്രവർത്തകരും ഒരു വിഭാഗം നേതാക്കളും വിലയിരുത്തുന്നു. ഈ ഭരണം അതിനൊരു ഉദാഹരണമായി പ്രതിപക്ഷവും CPM ഘടകകക്ഷികളും വിശ്വസിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഈ നില തുറന്നു പോയാൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും പട്ടികയിൽ കേരളവും ഉൾപ്പെടുമെന്നും കേരള ജനതയും വിശ്വസിക്കുന്നു. അപ്പോഴും പെരിയ കൊലപാതക പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഇപ്പോഴും AK ബാലൻ നേതാവ് പറയുന്നു. ദക്ഷിണ കൊറിയ വിമാനാപകടത്തിൽ മരണസംഖ്യ 179-ലെത്തി. 2 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും നില അതീവ ഗുരുതരം. ദക്ഷിണ കൊറിയയിൽ ലാൻഡിങ്ങിനിടെ ഉണ്ടായ വിമാനാപകടത്തിൽ മരണസംഖ്യ 179-ആയി. 2 പേർ രക്ഷപ്പെടുത്തിയെങ്കിലും അവരുടെ നില അതീവ ഗുരുതരമായെന്ന് യോനാബ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. വിമാന ജീവനക്കാരെയും യാത്രക്കാരെയുമാണ് രക്ഷപ്പെടുത്തിയത്. തകർന്ന വിമാനത്തിൽ നിന്ന് യാത്രക്കാരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തുകൊണ്ടുവരികയാണ്. ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് 737-8 AS വിമാനം അപകടത്തിൽപ്പെട്ടത്. 6 ജീവനക്കാർ അടക്കം 181 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ 173 യാത്രക്കാർ ദക്ഷിണ കൊറിയക്കാർ തന്നെയാണ്. 2 പേർ മാത്രമാണ് തായ്ലാൻഡ് പൗരന്മാരാണെന്നാണ് അറിയുന്നത്. ദക്ഷിണ കൊറിയൻ പ്രാദേശിക സമയം രാവിലെ 9:07 അപകടം. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ നിന്ന് മടങ്ങിയ വിമാനം മുവാൻ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഹൈഡ്രോളിക്കിലെ ഗിയർ തകരാറിലായതിനാലെ തുടർന്ന് ബെല്ലി ലാൻഡിംഗ് ആണ് വിമാനം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. വിമാനത്തിൻ്റെ പിൻഭാഗം റൺവേയിലൂടെയും തുടർന്ന്
മണ്ണിലൂടെയും നീങ്ങി നീണ്ടതിനെ തുടർന്നും വലിയ കോൺക്രീറ്റ് മതിലിൽ ഇടിച്ച് തകരുന്നതിൻ്റെയെല്ലാം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വരികയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് യാത്ര പറയും. സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയയപ്പ് ഇല്ലാതെയാണ് മടങ്ങുന്നത്. ഗവർണർ സ്ഥാനം ഒഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് യാത്ര പറയും. രാവിലെ 11-ന് കൊച്ചിയിലേക്കും പിന്നീട് ഡൽഹിയിലേക്കും പോകും. പുതിയ ഗവർണറായി നിയമിക്കപ്പെട്ട രാജേന്ദ്രൻ ലോക് അർലേക്കർ 2025 ജനുവരി 2-ന് ചുമതലയേൽക്കും. ജനുവരി 1-ന് കേരളത്തിലെത്തും. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകാൻ സർക്കാർ തയ്യാറായില്ല. ഇന്നലെ ചീഫ് സെക്രട്ടറി രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിക്കുകയും കേരള സർക്കാരിൻ്റെ മെമ്മൻറ്റോയും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കൈമാറി. ആരിഫ് മുഹമ്മദ് ഖാന് ഇന്നലെ രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കി. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദേശീയ ദുഃഖാചരണത്തെ തുടർന്നാണ് ചടങ്ങ് ഒഴിവാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന മുൻ ഗവർണർ പി സദാശിവന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പാണ് നൽകിയതെന്നും ജനങ്ങൾ ഓർക്കുന്നു. വിമാനത്താവളത്തിൽ എത്തിയും യാത്രയയപ്പ് നൽകി. സർക്കാരിൻ്റെ വക 2 യാത്രയയപ്പ് വേറെയും നടത്തിയതും ജനങ്ങൾ കണ്ടിരുന്നതാണ്. ഈ സർക്കാരിൻ്റെ ഈ നടപടി ഭൂഷണമല്ല എന്നു തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിരപ്പള്ളിയിൽ അടുത്ത വർഷം മുതൽ ഡിസ്നി ലാൻഡ് മാതൃകയാക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടുത്ത വർഷം മുതൽ അതിരപ്പള്ളിയിൽ ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദ സഞ്ചാര പദ്ധതിയിൽ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ നീക്കം തുടങ്ങി. അന്താരാഷ്ട്ര നിലവാരത്തിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരുക്കുന്നത് ഇത് സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതിയാണ്. 2 മാസത്തിനുള്ളിൽ നടപടി ആരംഭിക്കുമെന്നും തുടർന്ന് DPR തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കും. അടുത്ത വർഷം അവസാനത്തോടെ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വേറെയും ടൂറിസം പദ്ധതികൾക്ക് ഉദ്ദേശമുണ്ട്. തീർത്ഥാടന ടൂറിസം ഉൾപ്പെടുന്ന വിദേശി അടക്കം എളുപ്പം എത്താവുന്ന ആകർഷകമായ സ്ഥലമായതിനാലാണ് അതിരപ്പള്ളിയെ ആദ്യം തിരഞ്ഞെടുത്തത്. 80 അടി മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളിയെ വേറിട്ട സ്ഥലമാക്കുന്നത്. വാഴച്ചാൽ വെള്ളച്ചാട്ടം, തുമ്പൂർ മുഴി തുടങ്ങി കോർത്തിണക്കിയാവുന്ന സ്ഥലങ്ങളുമുണ്ട്. സിനിമാക്കാരുടെയും പ്രിയപ്പെട്ട ലൊക്കേഷനാണ് അതിരപ്പള്ളി എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. എന്നാൽ വൈദ്യുതി പദ്ധതിക്ക് സ്ഥലം വിട്ടുകൊടുക്കില്ലെന്നും യോഗത്തിൽ സുരേഷ് ഗോപി വ്യക്തമാക്കി. വൻതോതിലുള്ള ടൂറിസം വികസനമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് വീണ്ടും ചെസ് ലോക കിരീടം. വനിതാ ചാമ്പ്യനായി കൊനേരു ഹംപി. ഗുകേഷിന് പിന്നാലെ ഇന്ത്യയിലേക്ക് മറ്റൊരു ചെസ് ലോക കിരീടം കൂടി. ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിൽ നടന്ന ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി കിരീടം നേടി. 11ാം റൗണ്ടിൽ ഇന്തോനേഷ്യൻ താരം എറിൻ വാരിഷ് മസുകുന്ദറിയെയാണ് 37-കാരിയായ ഹംപി പരാജയപ്പെടുത്തിയത്. കറുത്ത കരുക്കളുമായി മത്സരം ആരംഭിച്ച ഇന്ത്യൻ താരം 8.5 പോയിന്റോടെയാണ് കിരീടം ചൂടിയത്. പുരുഷ വിഭാഗത്തിൽ റഷ്യയുടെ 18-കാരനായ വെലോർബർ മുഫ്സിയാണ് ജേതാവായത്. നന്ദകുമാറിനെ EP കണ്ടതിലെ എന്ത് ന്യായീകരണമാണ്? ശ്രദ്ധ പിടിക്കാൻ വായിൽ തോന്നിയത് പറയും. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിൽ EP ജയരാജനെതിരെ വിമർശനം. രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ ജാവ്ദേക്കറിനെ കണ്ടതിൽ അത് മനസ്സിലാക്കാം. എന്നാൽ ദല്ലാൾ നന്ദകുമാറിനെ EP കണ്ടതിന് എന്ത് ന്യായീകരണമാണ് നേതൃത്വത്തിന് പറയാനുള്ളത്? മുല്ലപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു. MLA ആയും മന്ത്രിയായും അതിനുശേഷം വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നിയത് പറയുന്നു എന്നും G. സുധാകരനെ നിയന്ത്രിക്കണമെന്നും അഭിപ്രായം ഉയർന്നു.